നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും നടന്നിട്ടും ബുദ്ധി വളർച്ച ഇല്ലാത്ത ഇങ്ങനെയുള്ള അവന്മാരൊക്കെ, അതായത് ഈ സവാദിക്കന്മാരെ കൂട്ടുള്ള അവന്മാരൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊരു ഇൻസിഡന്റ് നടന്ന ഇത്രയും ഒരു പബ്ലിക് സ്പേസിൽ നിന്നിട്ട് ഇവനൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവാതെ. ഇതിനു മുന്നേ ഇവൻ 2 വർഷത്തിന് മുന്നേ ഇവൻ ഇതേ കേസിൽ തന്നെ ഇവൻ പോയതാ. എന്നിട്ട് ഇപ്പോഴും അവനൊരു കൂസലില്ല, അന്നും അവനൊരു കൂസലില്ല. ഇവനൊക്കെ ഏതിനത്തിൽ പറഞ്ഞവനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും പബ്ലിക് സ്പേസിൽ, അത് പകല് പോലും നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തോട് ഒരു യാത്ര പോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, അതും അവന് ഒരു പെൺകുട്ടിയുടെ അടുത്തിരുന്ന് അവന് എവിടെ നിന്ന് കിട്ടി ഇത്രയും ധൈര്യം? എനിക്കത് ഇപ്പോഴും ധൈര്യമൊന്നുമല്ല, എന്താ പറയുക, അവൻ സത്യം പറഞ്ഞ വല്ല മാനസിക രോഗിയാന്ന് എനിക്ക് തോന്നുന്നത്. ഇവനെ പോലുള്ള വൃത്തികെട്ടന്മാരൊക്കെ മനുഷ്യനിങ്ങ എങ്ങനെ ഒരു ബസ്, അതായത് ഒരു പബ്ലിക് സ്പേസിൽ പോയിരിക്കും ഇവനെ പോലുള്ളവന്മാര്, എന്താ പറയണ്ടേന്ന് നമുക്ക് ഇങ്ങനെയുള്ളവന്മാര് ഇനിയെങ്കിലും നിയമം വെറുതെ വിടരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇവന് വീണ്ടും നമ്മുടെ നിയമം വ്യവസ്ഥ ഇവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് ചെന്ന് അവസാനിക്കാൻ പോണെന്ന് ഒന്നിലും നമ്മുടെ ഒരു പെൺകുട്ടികളുടെ ഏതിലൊരു പെൺകുട്ടിയുടെ റേപ്പിലോ അല്ലെങ്കിൽ ഒരു ബലാത്സംഗത്തിലോ അങ്ങനെയുള്ള കാര്യം നമ്മൾ വീണ്ടും അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരും. ഇവനൊക്കെ ഇത്ര പബ്ലിക് സ്പേസിൽ പോയിട്ട് ഇവൻ ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യമുണ്ട്, ഇവിടുത്തെ നിയമം ഇതേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ഇതാണ് ഇവന്മാരുടെയൊക്കെ ധാരണ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതികരിച്ച മസ്താനി എന്ന പെൺകൊച്ചിനെ ആ പെൺകുട്ടിയുടെ ധൈര്യത്തെ സമ്മതിക്കണം. അവൾ ഒന്നിനെയും പേടിക്കാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഞാനാണ് ആ സിറ്റുവേഷൻ വരുന്നത്, ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ കുട്ടി നല്ല ബുദ്ധിയോടെ നല്ല ധൈര്യത്തോടെയും പ്രവർത്തിച്ച് ഭയങ്കരമായിട്ടും ആ പെൺകുട്ടിയുടെ ധൈര്യത്തിന് നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ ഇതൊന്നും പിടിക്കാത്ത കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ പറയുന്ന ആൾക്കാർ അങ്ങനെ കിടന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നതിൽ ചിലർ ഇതിനൊന്നും കുറ്റം കണ്ടുപിടിക്കത്തില്ല. ബസ്സിൽ വെച്ചിട്ട് സാധാരണ ബസ് യാത്രകളിലെ മിക്ക സ്ത്രീകൾക്കും തന്നെ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് ഞാനും ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഞാൻ ആയിട്ട് പ്രതികരിച്ചിട്ടുണ്ട്, എനിക്കുണ്ടായപ്പോഴും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ ആരാണെങ്കിലും നമ്മുടെ മൈൻഡ് ഒന്ന് ബ്ലാങ്ക് ആയി പോവും. നമ്മൾ എന്താ ചെയ്യണ്ടേ ഒന്നും മിണ്ടാതെ ഒന്ന് ഇരുന്നു പോവും. പക്ഷെ ആ സമയത്താണെങ്കിലും നമ്മുടെ മസ്താനി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സത്യം പറഞ്ഞ ഒരു അഭിമാനം തന്നെയാണത്. ആ കുട്ടി പ്രതികരിച്ച രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്നുള്ളൊരു ആക്ഷൻ ആയിപ്പോലോ. വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ശരിക്കും അവളുടെ ധൈര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ടും അഭിനന്ദിക്കുക തന്നെ വേണം. പ്രൊഫൈലൊക്കെ പ്രൊഫൈൽ നോക്കുമ്പോഴൊക്കെ കാണുന്ന എന്താ, നല്ലൊരു സുന്ദര കുട്ടപ്പൻ, എന്തൊരു മാന്യ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ ഇത്രയും നല്ല മൊഞ്ചൻ കുട്ടനായിട്ട് നടന്നിട്ടാണ് ഇവൻ ഈ പബ്ലിക് സ്പേസിൽ പോയിട്ട് ഈ സ്ത്രീകളുടെ അടുത്തിരുന്നിട്ട് ഇവൻ ഇങ്ങനത്തെ ഈ തന്തയില്ലാത്തരങ്ങളെ കാണിക്കണേ. ഇവന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലല്ലേ, എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ആദ്യം ഒരു തവണ പോയതാ ജയിലിൽ, ഇതേ സിറ്റുവേഷൻ തന്നെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെ ഇവൻ ഒരു തവണ പോയതാ. എന്നിട്ട് അവൻ വീണ്ടും ഇറങ്ങിയിട്ടാണ് രണ്ടാമത് ഈ തന്തയില്ലാത്തവർ ഇവൻ കാണിക്കുന്നത് നമ്മളൊന്ന് ഓർക്കണം. അപ്പൊ ഇവനറിയാം ഇതൊക്കെ എന്ത് കാണിച്ചാലും നമ്മുടെ നിയമത്തിൽ ഇതൊന്നും വലിയ സീനല്ലെന്ന് ഇവനെ തന്നെ അറിയാം. അപ്പൊ അവന് അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവൻ വീണ്ടും ഈ പരിപാടിക്ക് ഇവൻ ഇറങ്ങിയേക്കണത് അല്ലേ. ഇവനെ പോലുള്ള ക്രിമിനൽസിനെ വളർത്തുന്ന നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ തന്നെയെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യൻ നിയമത്തിന് ഒന്നും സാധിക്കില്ല. അങ്ങനത്തെ ഒരു മെനകെട്ട നിയമം നമ്മുടെ ഇന്ത്യൻ നിയമം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഈ നിയമത്തിന് നമ്മൾ വിശ്വസിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളെ നിയമം കയ്യിലെടുക്കാന്നല്ല പറഞ്ഞു, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രതിരോധിക്കണം. അതല്ലെങ്കിൽ അങ്ങനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നമുക്കാണെങ്കിലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഞാൻ പ്രതിരോധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. എനിക്ക് എന്നോട് തന്നെ പേഴ്സണൽ വെറുപ്പ് പോകും. എല്ലാവരും അവെയർ ആയിട്ടിരിക്കുക. ഇനി വീണ്ടും നമ്മുടെ നിയമമല്ല, വീണ്ടും ഇവൻ പുറത്തിറങ്ങുമായിരിക്കും കുറച്ച് നേരം, അപ്പൊ ഇവൻ വീണ്ടും ഇത് ആവർത്തിക്കുമായിരിക്കും. അപ്പൊ സ്ത്രീകളാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ ജീവിക്കാം. ഇനിയിപ്പോൾ അടുത്ത പൂമാലയൊക്കെ ചാർത്തി ആരാണോ ചേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പോണത്?